PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. രാഹുൽ ഗാന്ധിക്ക് തിളക്കമാർന്ന വിജയം നൽകിയ ജനാധിപത്യ വിശ്വാസികളോടും നാട്ടുകാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് UDF പ്രവർത്തകർ നിലമ്പൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 56,363 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. ഫാസിസത്തെ തള്ളിപ്പറഞ്ഞ് ജനാധിപത്യത്തെ നെഞ്ചിലേറ്റി രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കുണ്ടായ ആവേശകരമായ മുന്നേറ്റത്തിൽ രാജ്യത്തെ ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂടിയാണ് UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. നിലമ്പൂർ TB പരിസരത്തു നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം നിലമ്പൂർ ടൗൺ ചുറ്റി നിലമ്പൂർ സെന്ററിൽ അവസാനിച്ചു. യുവാക്കൾ മുഖത്തും ശരീരത്തിന്റെ പല ഭാഗത്തും ചായം തേച്ചും യാത്രക്കാർക്കും കടകളിലും ഓട്ടോറിക്ഷ യാത്രക്കാർക്കുമൊക്കെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വിജയം ആഘോഷിച്ചു തുടർന്ന് നടന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തകർന്നടിയും. ഇതാ 300 ചില്ലാനം സീറ്റ് നേടി, വലിയ ഭൂരിപക്ഷത്തോടുകൂടി 350ഉം 400ഉം സീറ്റ് നേടി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് BJPയുടെ പണം പറ്റിയ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ അന്ന് തന്നെ നമ്മുടെ നേതാക്കന്മാർ ഉറക്കെ പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് എക്സിറ്റ് പോൾ ഫലമല്ല, ഇത് BJPയുടെ ഫലപ്രഖ്യാപനമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് കാണുന്നത് UPA ഇന്ത്യ സഖ്യവും BJP നയിക്കുന്ന NDA സഖ്യവും തമ്മിൽ തുച്ഛമായ MP-മാരുടെ വ്യത്യാസം മാത്രമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ അവർ തൂത്തുവാരിയ കഴിഞ്ഞ വർഷം ആകെയുള്ള 80 സീറ്റുകളിൽ 71 സീറ്റും നേടിയ BJPക്ക് ആകെ ലഭിച്ചത് 31 സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ. മാത്രമല്ല, നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിധിയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതെന്താ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെന്താ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതെന്താ നമുക്കറിയാം. അവർക്ക് 10 സീറ്റെങ്കിലും കിട്ടുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രമാത്രം തകർന്നടിയുന്ന ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലത്തെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. UDF നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ UDF മുനിസിപ്പൽ കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് സ്വാഗതം പറഞ്ഞു. UDF നേതാക്കന്മാരായ പാലോളി മെഹബൂബ്, A ഗോപിനാഥ്, മഞ്ചേരി നാണിക്കുട്ടി, ഷിഹാബി, മണി, സെയ്ഫു, EMS ഷിബുൽ റഹ്മാൻ, MK ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.